السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. صدق الله العلي العظيم. പ്രിയമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യമായ രാത്രിയാണിന്ന് നാം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ ബറക്കത്ത്, എല്ലാവിധ നിഅമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പ്രത്യേകതകളുള്ള രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കഥ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ബനി ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന മഹാനായ അല്ലാഹുവിൻ്റെ വലിയായ ശംഊനുൽ ഗാസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് പറഞ്ഞു കൊടുത്തത്. ശംഊനുൽ ഗാസി 1000 മാസം ജൂത ശത്രുക്കളുമായി നിരന്തരം പോരാട്ടത്തിലായിരുന്നു. ഏകാന്തനായി അവരുടെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പടപൊരുത്തുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെയില്ല. ഒരു ഒട്ടകത്തിൻ്റെ താടിയല് മാത്രമാണ് കൈവശമായുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പടപൊരുതുന്നു, ദിവസവും പൊരുതുന്നു. അദ്ദേഹത്തിലേക്ക് ദാഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ലിൻ്റെ ഇടയിലൂടെ ശീതളമായ മനോഹരമായ മധുരപാനീയം ലഭിക്കുന്നു. ഇനി അദ്ദേഹത്തിന് വിശപ്പ് വരുമ്പോഴോ അദ്ദേഹത്തിന് ആ ഒട്ടകത്തിൻ്റെ താടിയലിൽ മാംസം തീർക്കുകയും അത് ഭക്ഷ്യയോഗ്യമാവുകയും അദ്ദേഹത്തിന് കഴിക്കാനുള്ള എല്ലാവിധ സുഖസുഖങ്ങളും നൽകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഖുദ്റത്ത് കൊണ്ട് തന്നെ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം അങ്ങനെ പടപൊരുതുന്നു. ശത്രുക്കൾ അദ്ദേഹവുമായി പരാജയപ്പെടുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവർ പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നില്ല, മുനാഫിക്കായിരുന്നു. ഇത്രയും മഹാനായ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു ഭാര്യയാണ് ഉണ്ടായിരുന്നത്. ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ നൂഹ് നബിയുടെ ഭാര്യയെ സംബന്ധിച്ചൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ലൂത്ത് നബിയുടെ ഭാര്യയെ സംബന്ധിച്ചു അങ്ങനെ ആ സന്ദർഭത്തിൽ ശത്രുക്കൾ ഗൂഢാലോചന നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വന്ന് ഭാര്യയുടെ അടുത്ത് കൊടുന്നുകൊണ്ട് അവർ ചില പ്രലോഭനങ്ങൾ നടത്തുകയാണ്. നിനക്കെന്ത് വേണേലും തരാം, ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരണം, നീ വിചാരിച്ചാൽ നടക്കും, ഇദ്ദേഹത്തിന് ഞങ്ങളാലൊന്നും സാധ്യമല്ല, ഞാനെന്ത് ചെയ്യാനാണ്, നീ ഒന്നും ചെയ്യണ്ട, നമ്മൾ പറയുന്നതാണ് ചെയ്താൽ. അവർ കയറൊക്കെ വലിയ ശക്തമായ ബലമുള്ളൊരു കയറ് കൊടുത്ത് കൊടുത്തിട്ട് വിളിച്ചു വെക്ക്, കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ കെട്ടിയിട്ട് ഞങ്ങളെ വിളിക്കും. അവൾ പറഞ്ഞു ശരി, എപ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ അദ്ദേഹത്തെ അവൾ കെട്ടിയിട്ടു. അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ ആകെ ബന്ധസ്ഥനാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല നീ എന്താണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചിരിച്ചു കൊണ്ടുവന്നു, ഒന്നുമില്ല, ഭയങ്കര ശക്തമായ ആളല്ലേ, ഈ ശക്തി എത്ര ഉണ്ട്, എനിക്കത് കെട്ടയക്കാൻ കഴിയോ നോക്കണം, ഇതൊന്നും എനിക്ക് പ്രയാസമില്ല, നീ അറിയോ ഞാൻ ആരാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയാണ്, ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അദ്ദേഹം ഒന്നിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ കയറങ്ങനെ പൊട്ടി. നിങ്ങൾക്ക് വലിയ ശക്തി തന്നെയാണ്.
അവരോടവൾ പറഞ്ഞു, ആ കയറിലൊന്നും നിൽക്കുന്ന ആളല്ല, വേറെ വല്ലതും നോക്കും. അങ്ങനെ അതാ അവർ വേറൊരു ദിവസം ഒരു വലിയ ചങ്ങലയുമായി വരുന്നു. ആ ചങ്ങലയിലും ബന്ധിച്ച് നേരത്തെ ഉണ്ടായതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അവൾ ചോദിച്ചു, അപ്പോൾ നിൽക്കുന്ന നിങ്ങളെ ഒതുക്കാൻ എങ്ങനെ കഴിയും? എന്താണ് ഒരു പരിഹാരം? അദ്ദേഹം പറഞ്ഞു, നീ അതാരോടും പറയരുത്. ഇല്ല, ഞാനാണ്. അദ്ദേഹം അവളെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ തലയിലുള്ള കുറച്ച് രോമങ്ങളുണ്ട്, അതെടുത്തുകൊണ്ട് എന്നെ കെട്ടിയാൽ, നീളമുള്ള രോമങ്ങളാണ്, അതെടുത്ത് എന്നെ കെട്ടിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒതുങ്ങും, എന്നെ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാ അവൾ അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ വരണം. അവരെല്ലാവരും റെഡിയായിരുന്നു. ആ വീടിൻ്റെ പരിസരത്ത് ശത്രുക്കളൊക്കെ പതുങ്ങി നിന്നു. അദ്ദേഹം ഉറങ്ങാൻ കിടന്നവൾ അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 4 മുടി കൊണ്ട് കാലിൽ 8 മുടിയാണ് വെട്ടിയത്, 4 മുടി കൊണ്ട് കയ്യിലും കെട്ടി. അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ അതാ അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയുന്നില്ല, ഒന്നും ചോദിക്കാൻ കഴിയുന്നതില്ലതിന് മുമ്പേ അവർ ചാടി വന്നുകൊണ്ട് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോവുകയാണ് അകലെയുള്ള പുരാതനമായൊരു കെട്ടിടത്തിലേക്ക്. റസൂൽ കൊടുക്കുകയാണ് ഈ ചരിത്രം. സഹാബാക്കൾ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ കെട്ടിടത്തിലേക്ക്, ഏതോ കാലഘട്ടത്തിലുള്ള നിർമ്മിതിയാണ്. ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അതിലൊരു തൂണിൽ അദ്ദേഹത്തെ ബന്ധസ്ഥനാക്കി. അവരങ്ങനെ എല്ലാവരും ഒരുമിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം ഒരുമിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുഴുന്നെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ പോരാടുന്ന ധീരനായ പടയാളിയുടെ നാവ് മുറിച്ചെടുക്കുകയാണ്, ചെവി അരിഞ്ഞെടുക്കുകയാണ്, മൂക്ക് മുറിച്ചെടുക്കുകയാണ്. അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുന്നു, രക്തത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. സമയത്ത് മുഖറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചൊല്ലുന്നു, പേടിക്കേണ്ട, അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട്. ഇപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ശമൂൽ ഖാസി പറഞ്ഞൊരേ ആഗ്രഹമുള്ളൂ, ഈ തൂണുണ്ടല്ലോ, അവരൊക്കെ ഇതിനകത്താണല്ലോ, ഈ തൂണെന്ന് എനിക്ക് ഇളക്കി മറിക്കാൻ, ഇതൊന്ന് തരിപ്പിക്കുവാനൊരു വൈബ്രേഷൻ, ശക്തമായൊരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ ശക്തി തരണം. ഓക്കെ, അപ്രൂവ്ഡ് ദാറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയാണ്. ശക്തവാനായ ശമൂൽ ഖാസിയുടെ ഈ അവസ്ഥ അറിയാലോ. അദ്ദേഹം അതാ അല്ലാഹുവിൻ്റെ കുദറത്ത് കൊണ്ട് ആ കെട്ടിടം പിടിച്ചനക്കുകയാണ്. ആ കെട്ടിടം തകർന്നമരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ശത്രുക്കളും അതിൽപ്പെട്ടതാ അവർ ചത്തു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ശമൂൽ ഖാസിക്ക് അല്ലാഹു സുരക്ഷിതമായി നിന്ന് രക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് സകലം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പിന്നെയും ഒരു 83 കൊല്ലം അഥവാ 53 മാസം അഥവാ 53 കൊല്ലവും 4 മാസവും അദ്ദേഹം വീണ്ടും അല്ലാഹുവിൻ്റെ ആരാധനയിലും പോരാട്ടത്തിലുമായി കഴിഞ്ഞുകൂടുകയാണ്. ഇവരെല്ലാവരും നശിപ്പിക്കപ്പെട്ടു. അവർ ചെയ്തതിൻ്റെ തിക്തഫലം അവർ അനുഭവിച്ചു. അതാണ് തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യും. ആ ജൂതന്മാർ നശിച്ചു പോവുകയാണ്. അവിടെ ഇനിയും ബാക്കിയുള്ളവരുണ്ട്. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഫലസ്തീനിൽ അല്ലാഹു അവരെയും നശിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. അങ്ങനെ അതാ അവർക്ക് നാശം വരുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹ്ദി ഇമാമ് വരട്ടെ, വന്നുകൊണ്ടിരിക്കട്ടെ, അപ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടും. അതുവരെ ഇങ്ങനെ പോകും. റസൂൽ പറഞ്ഞു തന്നെ അതും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യത്രിബ വ ഖറാബു യത്രിബ ഖുറൂജുൽ മൽഹം വ ഖുറൂജുൽ മൽഹം വ ഖുസ്തുൻദൂനിയ വ ഖുസ്തുൻദൂനിയ ഖുറൂജുദ് ദജ്ജാൽ. അങ്ങനെ പല സമരങ്ങളും നടക്കും, പല സംഘട്ടനങ്ങളും, വലിയ മഹായുദ്ധങ്ങളൊക്കെ നടക്കും, ലോകമഹായുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ദജ്ജാലിൻ്റെ ഫിത്ന വരുന്നതാണ്, മഹ്ദി ഇമാമ് വരുന്നതാണ്, ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റൗളയിൽ
അവരെ കബറടക്കപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വിശ്വാസമ പറഞ്ഞു തന്നതാണ്. നമുക്കിപ്പോൾ സമൂഹ ഗാസിയുടെ കഥയിലേക്ക് അങ്ങനെ അദ്ദേഹം സുരക്ഷിതനായി അങ്ങനെയുള്ള ഒരു മഹത്തായിരിക്കുന്ന സംഭവം വിശ്വാസമ പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബ കരഞ്ഞുപോയി. റസൂലേ, ഞങ്ങൾക്ക് അങ്ങനെ 70 കൊല്ലം 83 കൊല്ലം യുദ്ധം ചെയ്യാൻ പോയിട്ട് അത്ര ജീവിക്കാനുള്ള ആയുസ് പോലും ഇല്ലാത്തൊരു സമൂഹത്തിലാണല്ലോ ഞങ്ങൾ. ഇത്രയും ശ്രേഷ്ഠത ഞങ്ങൾക്ക് നേടിയെടുക്കാൻ, അനുഗ്രഹം നേടിയെടുക്കാൻ ഞങ്ങൾ എന്താണ് വേണ്ടത്? അവരൊക്കെ അങ്ങനെയാണ്. അനുഗ്രഹത്തിന് വേണ്ടി അല്ലാഹു റസൂലിനോട് അപേക്ഷിക്കുകയാണ്. എന്ത് ചെയ്യും? അല്ലാഹുവിൻ്റെ റസൂലും മറുപടി കൊടുക്കാൻ പെട്ടെന്ന് എന്ത് പറയും നിൽക്കുമ്പോഴാണ് ഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അങ്ങനെയതാ ഓതിക്കൊടുത്തു. 1000 മാസത്തേക്കാൾ മഹത്തായ ഒരു രാത്രി ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാനിലുണ്ട്. ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത്. മഹാ അത്ഭുതമാണല്ലോ വിശുദ്ധ ഖുർആൻ. ഇന്ന് ലോകത്ത് കാണുന്ന പരിവർത്തനങ്ങൾക്കുള്ള സകലമായ പടവാളേന്തിയത് വിശുദ്ധ ഖുർആനാണ്. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം അശ്ലേഷിക്കുവാൻ പ്രചോദനം നൽകിയത് വിശുദ്ധ ഖുർആനാണ്. ഇന്ന് പല സയൻറ്റിസ്റ്റുകളും വളരെ ബുദ്ധിമാന്മാരും ഒക്കെ ആ വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനുൽ അദീമാണ്, പരിശേറും കലാമാണ്, ചരിത്രത പെരുക്കുള്ള പരമാണ്, പെരിയോന്റെ കലാമാണ്, ഖുർആൻ പെരിയോന്റെ കലാമാണ്. ആ മഹത്തായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ദിവസമാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന്. 1000 മാസം ഇബാദത്ത് ചെയ്തതിനേക്കാൾ മഹത്തരമായ കൂലി പ്രതിഫലം അല്ലാഹു തരും. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇന്നത്തെ രാത്രിയാണ് അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിലൊക്കെ അത് പ്രതീക്ഷിക്കാമെങ്കിലും ഏറ്റവും പ്രബലമാക്കിയത് പണ്ഡിതന്മാർ ഈ 27-ാം രാത്രി. അതാണ് ഇന്ന് നാം അഭിമുഖീകരിക്കാൻ പോകുന്നത് പ്രിയമുള്ളവർ. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, അതിനൊരു പ്രത്യേക നിസ്കാരമുണ്ട്. ആ നിസ്കാരം 2 റക്അത്തേ ഉള്ളൂ. അതങ്ങനെ നിസ്കരിച്ചാൽ നമ്മുടെ മരണസമയം നമുക്ക് സ്വർഗം കണ്ട് ഉന്നമിക്കാം. നമുക്കുള്ള സ്വർഗം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവർ, പ്രത്യേകിച്ചൊന്നുമില്ല. ഫാത്തിഹ ഓതുന്നു, അതിനുശേഷം 7 ഇഖ്ലാസ് 2 റക്അത്ത് അങ്ങനത്തെ. ശേഷം ഞാൻ അവിടെ എഴുതിയ 70 വട്ടമുള്ള ദിക്ർ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനത്തോട് തൗബ ചെയ്യും എന്നുള്ള ആ 70 വട്ടം ചൊല്ലും. ഒന്നും പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളെല്ലാം മുറാദ് ഹാസിലാക്കട്ടെ. ഈ ദിവസത്തിൻ്റെ മഹത്വം നൽകുന്നവരിൽ ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുന്നത് 4 പതാകകളുമായിട്ടാണ് 4 മലക്കുകൾ ഇറങ്ങുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മത്ലഇൽ ഫജ്ർ സുബഹി വരെ 4 പതാകകൾ. ഒന്ന് ലിവാഉൽ ഹംദ്, ലിവാഉൽ റഹ്മ, ലിവാഉൽ മഗ്ഫിറ, ലിവാഉൽ മുകറമ എന്ന 4 പതാകകൾ വഹിച്ചുകൊണ്ട് ഓരോ പതാകയിലും 70,000 മലക്കുകൾ ഓരോ വീടിലും വരും. 4 തരം വീടുകളിൽ വരില്ല. മാതാപിതാക്കളെ അടങ്ങേറാക്കുന്നവരെ വീട്ടിൽ വരില്ല. ലഹരി ഉപയോഗിക്കുന്നവരെ MDMA പോലെയുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെ പെരയിലേക്ക് വരികയില്ല. ഇതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയമില്ല, അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ കുടുംബബന്ധം പുലർത്താത്തവർ, കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവർ അവരെ വീട്ടിൽ വരികയില്ല. മറ്റൊരു വീടെന്താണെന്നറിയുമോ?
സുഹൃത്തുക്കളുമായി പിണങ്ങി നിൽക്കുന്നവർ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാതെ നിൽക്കുന്നവരുണ്ടല്ലോ. ഇനിയുള്ള സമയം കുറച്ചേ ഉള്ളൂ. മഗ്‌രിബാവുന്നതിന് മുമ്പ് ഇത് കേൾക്കുന്നവർ വേഗം ഇതൊക്കെ ശരിയാക്കിയെടുത്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. ഞാൻ പറഞ്ഞ നിസ്കരിക്കുക, ശംസുൽ ഖാസിയുടെ ചരിത്രം കേട്ട് മനസ്സിലാക്കുക. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ രാത്രി ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയാൽ നമുക്കൊരു കോരിത്തരിപ്പുണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് രോമാഞ്ചജനകമായൊരവസ്ഥ അള്ളാഹു കൊടുത്തട്ടെ. ഇങ്ങനെയുള്ളവരെ നമ്മൾ കൊടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അതുപോലെ അള്ളാഹു വിലക്കിയതിനെ വിലങ്ങുവാനും അള്ളാഹു ഇഷ്ടപ്പെടുവാനും തൗഫീഖ് ചെയ്യട്ടെ. ഈമാനും ഹിദായത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മോക്ഷം നൽകട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, സഹായിച്ചവർ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ കേൾക്കുന്നവർ അവരുടെ എല്ലാവരും മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ. അവരുടെ മുറാദുകളൊക്കെ എന്തൊക്കെയാണെങ്കിലും കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. സകല അമലുകളും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രവൃത്തിയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. വീട്ടിൽ ഖൈറും ബർക്കത്ത് നൽകട്ടെ. മക്കളെയൊക്കെ അള്ളാഹു സാലികളാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സാലികൾ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൾഫിലൊക്കെ പ്രധാന ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ജോലികൾ പ്രദാനം ചെയ്യട്ടെ. സർവോപരി ആപത്ത്, മുസീബത്ത്, അപകടങ്ങൾക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. അത് ജിന്ന്, ശൈത്താൻ, റൂഹാൻ എന്ത് വിധത്തിൽ വന്നതാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. أوصيكم بالدعاء. السلام